പെണ്ണ് അന്വേഷിച്ച് വീടായ വീടൊക്കെ കയറിയിറങ്ങിയെന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോ വളരെ അവിചാരിതമായിട്ടായിരിക്കും നമുക്ക് പറ്റിയ ഒരാളെ കണ്ടെത്തുന്നത്. ഞാൻ ഈ കുട്ടിയെ മുമ്പും കണ്ടിട്ടുള്ളതാ, പക്ഷേ അന്നൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പൊ തോന്നി. ഞാൻ അതല്ല ചോദിച്ചത്. ഹരിക്ക് വേറൊരു അഫയർ ഉണ്ടായിരുന്നല്ലോ, അതെന്നേ വിട്ടു. യെസ്, കമിൻ. ഇതാര്? മിസ്റ്റർ മഹാദേവന് വീട്ടിൽ വന്നപ്പോ കണ്ടില്ല. ഞാൻ പഞ്ചാബിൽ പോയിരിക്കുകയായിരുന്നു. അതെ, ഒരു സീരിയസ് പ്രശ്നം. എന്തേ? രഹസ്യമാണ്. പറഞ്ഞോളൂ. എനിക്കും ബാബുവിനിടെ രഹസ്യങ്ങളൊന്നുമില്ല. നന്ദിനിയെ പിടിച്ചോണ്ടുപോയി. അവളുടെ അമ്മാവൻ. നന്ദിനിയെ ഹരികൃഷ്ണനെ കൊണ്ട് കെട്ടിക്കാൻ അയാൾക്ക് ഇഷ്ടമില്ല. ഹരിയുടെ അച്ഛനോട് എന്തോ പൂർവ്വ വൈരാഗ്യം. എന്റെ അച്ഛനോടോ? അതെ, നന്ദിനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. ഹരിയേട്ടനെ ഉടനെ കാണണമെന്ന് നന്ദിനി എന്നോട് രഹസ്യമായി പറഞ്ഞു. ഓ, ഈ അമ്മാവനാര്? അയാൾ ഇപ്പൊ തന്നെ ഇടിച്ച് ശരിയാക്കണോ? അതൊന്നും വേണ്ട. എന്തൊക്കെയായാലും നന്ദിനിയുടെ അമ്മാവനായി പോയില്ലേ. വാ ബാബു. വേണ്ട, ഇങ്ങനൊരു കാര്യമാവുമ്പോ ഹരി തനിച്ചല്ലേ നല്ലത്. ഇല്ല ബാബു, കുഴപ്പമില്ല. അല്ല, അത് കുഴപ്പമില്ലെന്നേ. വാ. ഇവിടുന്ന് അങ്ങോട്ട് ഭയങ്കര കുണ്ടുകുഴിയാണ്, കാറ് പോവില്ല. നിങ്ങൾ ഇവിടെ നിന്നോളൂ, ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്ക് കാർ ഇവിടെ കാണില്ല. ഭയങ്കര കള്ളന്മാരുടെ സ്ഥലമാണ്. ആണോ? അതെ. എന്നാ ബാബു ഇവിടെ നിന്നോളൂ, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. ഇല്ല, കുഴപ്പമില്ല. വരും. നന്ദിനി ഇവിടെ? ഇവിടെ ഉണ്ട്, വരും. അന്നും ഇന്നും എന്റെ ജീവിതത്തിന്റെ വഴിമുടക്കാൻ വന്നവനാണ്. ഇനിയും കണക്ക് തീർക്കാൻ വൈകിക്കൂടാ. മഹാദേവ, എന്താ ഇത്? നിങ്ങളെ ചതിച്ചവന്റെ കൂടെ നിങ്ങളും ചേർന്നോ? ഇയാളിപ്പോ എവിടുന്ന് വന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ഹരികൃഷ്ണ. വേദനിച്ചോ? സോറിയേ. നിനക്കെന്റെ നന്ദിനിയെ കേട്ടോ? അല്ലടാ. ബാബു! ഒത്തിരി ആൾക്കാർ നീ കാരണം കണ്ണീര് കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ന് കോളേജിൽ വെച്ച് മരിച്ച ആ പെൺകുട്ടിയുടെ വീട്ടുകാർ, പിന്നെ ഞാൻ, പിന്നെ എന്റെ കുടുംബം. ഇന്ന് ആളുകളെ ചതിക്കാൻ മടിയില്ലാത്ത ഒരു കള്ളനായി ഞാൻ മാറി. എല്ലാത്തിനും നീയാണ് ഉത്തരവാദി. നിനക്ക് ഈ ശിക്ഷ പോരെന്ന് എനിക്കറിയാം.
എനിക്കിപ്പോ ശിക്ഷയും ജയിലും ഒക്കെ ഒരു ശീലമായിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ജയിലിലേക്ക് പോകുന്നത് സന്തോഷത്തോടു കൂടിയാണ്. മഹാദേവ, ഞാൻ പോകുന്നു. എന്നെങ്കിലും കാണാം. കുറ്റം ചെയ്തവരൊക്കെ ശിക്ഷ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള മിക്കവരുടെയും താമസം ഇപ്പൊ ജയിലിലായിരിക്കണം. രാജഗോപാലൻ സ്വന്തം പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞല്ലോ. അതൊക്കെ പരിഹരിച്ചു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ആലോചിക്കാം. ഇല്ല, ഇനിയെങ്കിലും എനിക്കൊരു മനുഷ്യനെ പോലെ ജീവിക്കണം. പോണം, എന്നെ തടയരുത്. പേടിക്കണ്ട, കയറി വരാം. സ്റ്റാഫൊക്കെ മിക്കവാറും പുതിയ ആൾക്കാരാ, രോഗികളും. ശിക്ഷ കഴിഞ്ഞ് ഇന്നലെ ഇറങ്ങി. എന്റെ ചേച്ചി, വീട്ടുകാർ, അവർക്ക് വേണ്ടി മഹാദേവൻ ചെയ്ത ഉപകാരങ്ങൾ ഒരിക്കലും മറക്കാനൊക്കില്ല. ആശുപത്രിയൊക്കെ അലങ്കരിച്ചിട്ടുണ്ടല്ലോ, എന്താ വിശേഷം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിപ്പോ പഴയ കഴുത്തറപ്പ സ്ഥാപനമൊന്നുമല്ല, ഓൾമോസ്റ്റ് ഒരു ധർമാശുപത്രി എന്ന് പറയാം. വാ. ആളിനെ മറന്നിട്ടില്ലല്ലോ അല്ലേ? ഡോക്ടർ മിസ്സിസ് നന്ദിനി മഹാദേവൻ. 6-7 മാസത്തിനകം ഒരു അമ്മയാവാനുള്ള സാധ്യത തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മിസ്റ്റർ ക്ലീൻ. അപ്പോ ഞാൻ അയച്ച കത്ത് നിർമ്മലയ്ക്ക് കിട്ടിയല്ലേ? പക്ഷെ നിർമ്മലയുടെ വിവാഹമാണിന്ന്. ഇവിടെ വെച്ച് അതിന്റെ അലങ്കാരമാണിതൊക്കെ. വരൻ മിസ്റ്റർ ക്ലീൻ തന്നെയാണ്. അത്ര പെട്ടെന്ന് സസ്പെൻസ് പൊളിക്കണമായിരുന്നു. ഈ ആശുപത്രിയിൽ വെച്ച് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി, പരിചയപ്പെട്ടു, അടുത്തു, വഴക്കടിച്ചു, തെറ്റിപ്പിരിഞ്ഞു. ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ആവട്ടെ നിങ്ങളുടെ കൂടിച്ചേരലും എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. പേടിക്കണ്ട, ജീവിക്കാനുള്ള സെറ്റപ്പൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. ഒരാളെ പറ്റി രാജഗോപാൽ അന്വേഷിച്ചില്ല. ആരെപ്പറ്റി? എന്റെ അമ്മാവൻ മാധവൻ തമ്പിയെ പറ്റി. അതെ, അദ്ദേഹം അവിടെ ഇപ്പൊ പഴയ ആളൊന്നുമല്ല, ഭയങ്കര ഉത്സാഹിയ, എന്ത് ജോലിയും ചെയ്യും. അമ്മാവാ, ആ മാലയും ബൊക്കെയൊക്കെ ഇങ്ങ് ഇട്. ഇവിടെ ഒരു അറ്റൻഡറുടെ ഒഴിവ് വന്നപ്പോ പുള്ളിക്കാരൻ സ്വയം അറ്റൻഡർ ആയതാ. അമ്മാവ മാല കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുക. പല്ല് ചിലക്കാത്ത, കോഴി കൂവാത്ത ശുഭമുഹൂർത്തത്തിൽ മാലയിട്.